നമസ്കാരം. ഫ്ളാറ്റ് നിർമ്മിച്ച് കൈമാറുന്നതിൽ 4 വർഷത്തോളം കാലതാമസം വരുത്തുകയും അധിക തുക ഈടാക്കുകയും ചെയ്തെന്ന പരാതിയിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ DLF നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. കാക്കനാട് DLF ന്യൂ ടൗൺ ഹൈറ്റ്സ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് സീന സൂസൻ കുരുവിളയും മകൻ മിഥുൻ കുരുവിളയും നൽകിയ പരാതിയിലാണ് DB ബിനു അധ്യക്ഷനും V രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ചിന്റെ ഉത്തരവ് എത്തിയത്. അതിനിർണായകമാണ് ഈ ഉത്തരവ്. 2010 മെയ് മാസം പരാതിക്കാർ 34,29,880 രൂപയ്ക്ക് കാക്കനാട്ടെ DLF ന്യൂ ടൗൺ ഹൈറ്റ്സിൽ അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തു. 2013 ജനുവരി 19-നകം ഫ്ളാറ്റ് കൈമാറുമെന്നായിരുന്നു കരാർ. എന്നാൽ 95% തുകയും അടച്ചിട്ടും ഏകദേശം 5 വർഷത്തോളം താമസിച്ച് 2017 സെപ്റ്റംബറിലാണ് ഫ്ളാറ്റ് കൈമാറിയത്. ഇതിനിടയിൽ 10,22,063 രൂപ അധികമായി ആവശ്യപ്പെടുകയും സമ്മർദ്ദം കാരണം പരാതിക്കാർക്ക് അത് നൽകേണ്ടി വരികയും ചെയ്തു. കൂടാതെ നിർമ്മാണ കാലയളവിൽ ഫ്ളാറ്റിന്റെ വിസ്തീർണം വർദ്ധിപ്പിച്ചു എന്ന പേരിൽ 2,74,480 രൂപ അധികമായി ഈടാക്കി. എന്നാൽ കൈമാറിക്കിട്ടിയ അപ്പാർട്ട്മെന്റ് നിലവാരം കുറഞ്ഞതായിരുന്നു എന്നും മതിയായ ജലവിതരണ സംവിധാനമോ ശരിയായ ഇലക്ട്രിക്കൽ ജോലികളോ ചെയ്തിരുന്നില്ല. പരാതിക്കാരുടെ വായ്പാ അക്കൗണ്ടിൽ നിന്നും അനധികൃതമായി പണം പിൻവലിച്ചതായും പരാതിയിൽ പറയുന്നു. കരാർ പ്രകാരമുള്ള സമയത്ത് ഫ്ളാറ്റ് കൈമാറുന്നതിൽ നിർമ്മാതാവ് പരാജയപ്പെടുന്നത് സേവനത്തിലെ ഗുരുതരമായ വീഴ്ചയാണെന്ന് സുപ്രീം കോടതിയുടെ മുൻകാല വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് കോടതി നിരീക്ഷിച്ചു. ഫ്ളാറ്റ് ലഭിക്കുന്നതിനായി ഉപഭോക്താവിനെ അനന്തമായി കാത്തിരിക്കാൻ നിർബന്ധിക്കാനാവില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നും കോടതി വ്യക്തമാക്കി. DLFന്റെ ഭാഗത്തു നിന്ന് സേവനത്തിൽ ഗുരുതരമായ വീഴ്ചയും അനുചിതമായ വ്യാപാര രീതിയും ഉണ്ടായതായി കോടതി കണ്ടെത്തി. ഫ്ളാറ്റ് കൈമാറുന്നതിലെ കാലതാമസത്തിന് ഹാൻഡ് ഓവർ പറഞ്ഞ തീയതി മുതൽ ഫ്ളാറ്റ് കൈമാറിയ യഥാർത്ഥ തീയതി വരെയുള്ള 4 വർഷ കാലയളവിന് ഫ്ളാറ്റിന്റെ വിലയായ 34,29,880 രൂപയുടെ 12% തുക പലിശയായി നൽകണം. കാലതാമസം കാരണം പരാതിക്കാർക്ക് വാടക ഇനത്തിൽ ചിലവായ 5,76,000 രൂപ തിരികെ നൽകണം. കൂടാതെ പരാതിക്കാർക്കുണ്ടായ മാനസിക വിഷമത്തിനും ബുദ്ധിമുട്ടുകൾക്കും കോടതി ചെലവിന് നഷ്ടപരിഹാരമായി 1,10,000 രൂപയും 45 ദിവസത്തിനകം നൽകണമെന്ന് എതിർകക്ഷികൾക്ക് കോടതി ഉത്തരവ് നൽകി. പരാതിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബിനു മാത്യു കോടതിയിൽ ഹാജരായി.